ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്പെഷ്യൽ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ചോദിച്ച PSCയുടെ എല്ലാ ചോദ്യങ്ങളും ഈ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ കണ്ടന്റുകൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പെഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? നമുക്ക് ബെസലുണ്ട്, ലെജൻഡർ ഉണ്ട്, ലാഗുറ ഉണ്ട്, ഹെർമീറ്റ് ഉണ്ട്. അപ്പോൾ ഈ 4 സ്പെഷ്യൽ ഫംഗ്ഷൻസ് നന്നായിട്ട് പഠിക്കുക. അതിന്റെ ജനറേറ്റീവ് ഫംഗ്ഷൻ, ഡോട്രിക് ഫോർമുല, റിക്കറന്റ് റിലേഷൻ, ഓർത്തോഗണാലിറ്റി, ജനറേറ്റീവ് ഫംഗ്ഷൻ ഒക്കെ നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ റിസൾട്ടുകൾ പഠിക്കാൻ പറയുന്നുണ്ട്, ബൈ ഹാർട്ട് പഠിക്കാൻ. അതും ബൈ ഹാർട്ട് പഠിക്കുക. അതിനുശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലാണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പാടായിരിക്കും, വലിയൊരു കീറാമുട്ടി പോലെ ഫീൽ ചെയ്യും, പേടി വന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. റെഡി? ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കുറച്ച് കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിന് അതുപോലെ എടുത്തിട്ടിരിക്കുക, ഞാൻ ടൈപ്പ് ചെയ്തില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണ്. കാണുന്നുണ്ടോ? 9ാമത്തെ ചോദ്യമാണ്. ലെജൻഡർ പോളിനോമിയൽസ് ആർ ഓർത്തോഗണൽ വിത്തിൻ ദ ഇന്റർവെൽ HSST 2025. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള HSSTയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നത്. എത്രാമത്തെ ചോദ്യമാ? 9ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. എത്രയാണ്? 9ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ലെജൻഡർ പോളിനോമിയൽസ് ആർ ഓർത്തോഗണൽ വിത്തിൻ ദ ഇന്റർവെൽ. അതായത് ഓർത്തോഗണാലിറ്റി എന്താണ്, അതായത് ലെജൻഡറിന്റെ ഓർത്തോഗണാലിറ്റി എന്താണെന്ന് അറിയാവുന്ന ആൾക്ക് ഈ ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് വേറെ പേജിൽ, അല്ല ഇവിടെ തന്നെ എഴുതി, അല്ല വേറെ പേജിൽ തന്നെ എഴുതി കാണിക്കാം. ലെജൻഡറിന്റെ ഓർത്തോഗണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ -1 to +1 Pm of x into Pn of x dx is equal to 2 divided by 2n plus 1 into delta of mn. ഇതൊരു ഫോർമാറ്റ് മാത്രം ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ക്ലാസ് കണ്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കണം. നമുക്കിവിടെ ലിമിറ്റ് മാത്രം മതി, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മുടെ ക്ലാസ്സിൽ കണ്ട് കൃത്യമായിട്ട് അവിടെ നിന്ന് എഴുതണം നിങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതിന്റെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടം വരെയാ? -1 മുതൽ +1 വരെയാണ് ഇതിന്റെ ലിമിറ്റ്. എന്താണ്? -1 മുതൽ +1 വരെയാണ് ഇതിന്റെ ലിമിറ്റ് വരുന്നത്. ഓക്കെ. ചില കുട്ടികളെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഇന്റഗ്രൽ Pm of x into Pn of x dx = 2 divided by 2n plus 1 into delta of mn എന്നൊക്കെ പഠിക്കും. ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ടേ, ലിമിറ്റ് നോക്കണം. അങ്ങനെ ചോദിക്കാം. ഇക്വേഷൻ പോലും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ലിമിറ്റ് അറിയാവുന്നതിന് ഒരു മാർക്ക് കിട്ടും. കണ്ടോ? അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് -1 മുതൽ +1 വരെയാണ് ഇതിന്റെ ലിമിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഉത്തരം നോക്കൂ. ഓപ്ഷൻ എ ആണ് ഉത്തരം. എവിടാ? -1 മുതൽ +1 വരെയാണ് ലിമിറ്റ് വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം HSST 25 ചോദിച്ചതാണ് കേട്ടോ. വീണ്ടും HSST 25 ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. 12ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചതാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ കറക്റ്റ് അബൌട്ട് ലെജൻഡർ പോളിനോമിയൽ. ലെജൻഡർ പോളിനോമിയലിൽ ബന്ധപ്പെട്ട് കറക്റ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. വലുതായി കാണിച്ചതാണ് ഉണ്ടോ? ലെജൻഡർ പോളിനോമിയലിനെ ബന്ധപ്പെട്ട് ഇതിൽ കറക്റ്റ് ഏതാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ റെക്കറന്റ് റിലേഷനുകളാണ് ഈ തന്നിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താണ്? റെക്കറന്റ് റിലേഷനുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ റെക്കറന്റ് റിലേഷനുകൾ എല്ലാം അറിയണം. 6 റെക്കറന്റ് റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 6 എണ്ണം അല്ലേ? അപ്പോൾ 6 എണ്ണം തന്നിട്ട് പഠിക്കണം. പക്ഷേ 6 എണ്ണത്തിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ 6 എണ്ണം വെച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഓപ്ഷൻസുകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇതിൻ്റെ അകത്തുനിന്ന് 6 എണ്ണം വെച്ചിട്ട് ഓപ്ഷൻസുകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അതായത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ കറക്റ്റ് അല്ലാത്തത് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇതിൽ കറക്റ്റ് അല്ലാത്തത് ഈ C കറക്റ്റ് അല്ല. റെക്കറന്റ് റിലേഷൻ നിങ്ങൾ പോയി നോക്ക്, അവിടെ ഇതല്ല ഫോർമാറ്റ്, വ്യത്യാസമുണ്ട്. ഈ D കറക്റ്റ് അല്ല, വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഈ ബിയും കറക്റ്റ് അല്ല, വ്യത്യാസമുണ്ട്. നിങ്ങൾ ആ റെക്കറന്റ് റിലേഷൻ പോയി നോക്ക്, അവിടെ കണ്ടാൽ മനസ്സിലാവും കറക്റ്റ് അല്ല. മനസ്സിലായോ? പിന്നെ ഇത് കറക്റ്റ് ആണ്, പക്ഷേ ഇങ്ങനൊരു റെക്കറന്റ് റിലേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ സാർ. ഈ n-2 ഒക്കെ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. അങ്ങനെ ഒരു സാധനം നമ്മൾ പറഞ്ഞിട്ടില്ല. 6 റെക്കറന്റ് റിലേഷൻ നമുക്ക് ഉള്ളൂ. പക്ഷേ അതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. n-ന്റെ സ്ഥാനത്ത് n-1 എന്ന് കൊടുക്കാം, n-ന്റെ സ്ഥാനത്ത് n+2 എന്ന് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്തിയാലും നമുക്ക് ഇക്വേഷൻസുകൾ കോമൺ സെയിം ആയിരിക്കും. n-ന്റെ വാല്യൂ മാത്രം മാറ്റേണ്ടാവുള്ളൂ. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് കിട്ടുന്നത്. ഞാൻ ചെയ്തു തരാം. നിങ്ങൾ നമ്മുടെ നോട്ടിലുള്ള 1ാമത്തെ റെക്കറന്റ് റിലേഷൻ ഒന്ന് എടുത്ത് എഴുതണേ. അതായത് n+1 നോട്ടിലുള്ള 1ാമത്തെ തന്നെ കേട്ടോ. n+1 into Pn+1 സമം 2n+1 into x
പി എൻ മൈനസ് എൻ പി എൻ മൈനസ് 1 എന്ന് എഴുതുക. അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ? നിങ്ങൾ n കാണുന്നിടത്തെല്ലാം എന്ത് കൊടുക്കണം? n-1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. പുട്ട് n ടെൻസ് ടു n-1 എല്ലായിടത്തും കൊടുക്കണം, അപ്പോൾ കുഴപ്പമില്ല. അതായത് n-1 പ്ലസ് 1 ആദ്യത്തിൽ കൊടുത്തു. പി n-1 പ്ലസ് 1 സമം 2 ഇൻറ്റു n-1 പ്ലസ് 1 അല്ലേ, ശരിയല്ലേ, ഇൻറ്റു എക്സ് ഇൻറ്റു പി n-1 മൈനസ് n-1 ഇൻറ്റു പി n-1 മൈനസ് 1. ശരിയല്ലേ? ഈ -1 ഇതും പോയി, ബാക്കി എന്തുണ്ട്? എൻ പി. ഈ -1 പോയി എൻ പി എൻ സമം എന്താണ് ഇവിടെയുള്ളത്? ഉള്ളിലോട്ട് കൊടുത്തെഴുതണോ? ഉള്ളിലോട്ട് തന്നെ കൊടുത്തെഴുതാം. ഇവിടെ സമം 2n മൈനസ് 2 പ്ലസ് 1 അല്ലെ, ഈ 2 ഇതിനും കൊടുത്തു ബാക്കി ഒരു +1 ഉണ്ട് അല്ലെ. +1 ഇൻറ്റു എന്താണ്? എക്സ് പി n-1 മൈനസ് n-1 ഇൻറ്റു പി n-2 എന്ന് എഴുതുക. അതായത് എൻ പി എൻ സമം എന്താണ്? 2n-1 ഇൻറ്റു എക്സ് പി n-1 മൈനസ് n-1 ഇൻറ്റു പി n-2. ശരിയാണോ? എൻ പി എൻ ഇസ് ഈക്വൽ ടു 2n-1 ഇൻറ്റു എക്സ് പി n-1 മൈനസ് 2n-1 ഇൻറ്റു പി n-2. അപ്പോൾ ഇത് കറക്റ്റാ, കണ്ടോ? അപ്പോൾ ഡയറക്റ്റ് അല്ലാണ്ട് ചോദിച്ചാലും ചെയ്യാൻ അറിയണ്ടാവണം. ഇതാ പറഞ്ഞത്, നല്ല തറവായിട്ട് നിങ്ങൾക്ക് റെക്കറൻ റിലേഷനിൽ അറിയാമെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ചോദ്യമാണ് കിട്ടുന്നത്. നമ്മൾ ഭയങ്കര തല ബുദ്ധിയൊന്നും വേണ്ട, മനസ്സിലായോ? 2 ഓപ്ഷനെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും റെക്കറൻ റിലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ. തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കാമല്ലോ. തെറ്റായിട്ടുള്ള 3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശരിയായിട്ടുള്ളത് അടുത്ത ഓപ്ഷൻ ആയിരിക്കും എന്ന് ആ ലോജിക്കലി എടുക്കാമല്ലോ. ചില ആൾക്ക് ആദ്യം തന്നെ ഇതിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി കിട്ടുമെന്ന് മനസ്സിലാവും, ചില ആളുകൾക്ക്. അത് പഠിച്ചിട്ടുള്ളവർക്ക്, അല്ലാണ്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ പഠിക്കണം, പഠിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അതും HSST 2025 ചോദിച്ച ചോദ്യമാണ്. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. Legendre polynomials are commonly used in quantum mechanics to describe angular momentum, state of particles, the spatial part of the wave functions, the radial part of the wave functions, the probability distribution of particles in one-dimensional system എന്നാണ് ചോദ്യം. ഇതേത് ചോദ്യം എന്ന് അറിയാമോ? വീണ്ടും HSST 25 3 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ട് HSST 25. കണ്ടോ? അപ്പോൾ ഇതേതാണ്? ലാഗുറെ പോളിനോമിയൽ ഉപയോഗിക്കുന്നത് സ്പേഷ്യൽ പാർട്ട് ഓഫ് ദ വേവ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ, ക്വാണ്ടം മെക്കാനിക്സ് സംസാരിക്കുമ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്പേഷ്യൽ പാർട്ട് ഓഫ് ദ വേവ് ഫംഗ്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. സ്പേഷ്യൽ പാർട്ടോ? സോറി സ്പേഷ്യൽ പാർട്ടല്ല, ഇതാണ് റേഡിയൽ പാർട്ട്. കാരണം ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ അവിടെ റേഡിയൽ പാർട്ടാണ് നമ്മൾ പറയുന്നത്, സ്പേഷ്യൽ പാർട്ടല്ല കേട്ടോ. സോറി ഞാൻ അവിടെ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയുകയും ചെയ്തിരുന്നു. അതായത് സ്ഫെരിക്കൽ കോർഡിനേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അവിടെ റേഡിയൽ കോർഡിനേറ്റ് നമ്മൾ പറയണം, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് റേഡിയൽ പാർട്ട് ഓഫ് ദ വേവ് ഫംഗ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ കേട്ടോ. റേഡിയൽ പാർട്ട് അത് നമ്മൾ ചിന്ത മാറുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ കുറേ കൂടി വിജിലൻ്റ് ആവണം. പലപ്പോഴും ഞാനിത് പഠിപ്പിക്കുമ്പോഴാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് ഞാനിത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി വിജിലൻ്റ് ആവണം. റേഡിയൽ പാർട്ട് ഓഫ് ദ വേവ് ഫംഗ്ഷൻസ് ആണ് കേട്ടോ ലാഗുറെ. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, നമുക്ക് ഈ ചില പ്രോപ്പർട്ടീസൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വേണ്ടാന്ന് വെച്ച് വിചാരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്പർ ഇടുന്നത് കേട്ടോ, ഓർഡർ നമ്പർ അല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്പറാണ്. അതിൻ്റെ HSST 2023 നോൺ വൊക്കേഷണൽ ടീച്ചർ ഹയർ സെക്കൻഡറിയിൽ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ ചോദിച്ച രണ്ടാമത്തെ ചോദ്യമാണ് ഇത്. ദ വാല്യൂ ഓഫ് ഹെർമൈറ്റ് പോളിനോമിയൽ H3, ദ വാല്യൂ ഓഫ് ഹെർമൈറ്റ് പോളിനോമിയൽ H3 ഓഫ് 0 ആണ് ചോദിച്ചിരിക്കുന്നത്. H3 ഓഫ് 0 ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ചെയ്യുന്നത്? ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. നമ്മൾ ഇവിടെ തന്നെ എഴുതാം. H3 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8x³ മൈനസ് 12x ആണ്. 8x³ മൈനസ് 12x ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് എത്രയാ? 0 അല്ലേ? 0 മൈനസ് 0 സമയം എത്രയാ? 0. ഉത്തരം എത്രയാ? ഉത്തരം 0. കണ്ടോ? ഡയറക്റ്റ് ചോദിച്ചില്ല, 0 ഇട്ടാ ചോദിച്ചു. സംശയമാണ് നമുക്ക് എന്ത് ചെയ്യുന്നു കണ്ടോ? അപ്പോൾ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ചെയ്യാനായിട്ട് പഠിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അടുത്ത ചോദ്യം. ഓക്കെ, ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഞാൻ വായിക്കാം, ഇത് കാണാൻ കുറച്ച് പാടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദി ബെസൽ ആൻഡ് ന്യൂമാൻ ഫംഗ്ഷൻ? ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദി ബെസൽ ആൻഡ് ന്യൂമാൻ ഫംഗ്ഷൻ? ഓപ്ഷൻ എ
Newman function n of r can represent a finite solution of Bessel equation at r equal to 0. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ എന്താണ്? Bessel function Jn of r cannot represent a finite solution for Bessel equation at r equal to 0. രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ എന്താണ്? Most general solution of Bessel equation is a Jn of r plus b nn of r except at origin r equal to 0 where a and b are constants. നാലാമത്തെ ഓപ്ഷൻ. Most general solution of Bessel equation is a Jn of r plus b nn of r including at the origin r equal to 0. നിങ്ങൾക്ക് ചോദ്യം കാണുമ്പോഴേ ഉത്തരം കിട്ടും. കാരണം എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജനറൽ സൊല്യൂഷൻ എടുക്കുമ്പോൾ, ബെസ്സലിൻ്റെ ജനറൽ സൊല്യൂഷൻ എടുക്കുമ്പോൾ a ഇൻറ്റു ജെ എൻ ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ജെ എൻ ഓഫ് എക്സ് ആണ്. എയും ബിയും കോൺസ്റ്റന്റ് ആണ്. ജെ എൻ ഓഫ് എക്സ് ഫസ്റ്റ് കൈൻഡും എൻ എൻ ഓഫ് എക്സ് സെക്കൻഡ് കൈൻഡും ന്യൂമാൻ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ, ന്യൂമാൻ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞു ഒറിജിനൽ അത് വാലിഡ് ആവില്ല. അപ്പോൾ ഏതാ ഓപ്ഷൻ? എക്സെപ്റ്റ് അറ്റ് ദി ഒറിജിൻ എന്ന് എടുക്കണം. കണ്ടോ, എക്സെപ്റ്റ് അറ്റ് ദി ഒറിജിൻ. സോ എന്താണ് ഓപ്ഷൻ സി ആണ്. ഇത് HSST തന്നെ ചോദിച്ചതാണ് ഈ ചോദ്യവും. HSST തന്നെയാണ് ചോദിച്ചത്. ഐ തിങ്ക് ഇത് HSST 23 NVT ചോദിച്ചതാണ്. അടുത്ത ചോദ്യം 18ാമത് ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഹെർമൈറ്റ് പോളിനോമിയൽ. ഹെർമൈറ്റ് പോളിനോമിയലുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ അല്ലാത്ത എന്താണ്? ഹെർമൈറ്റ് പോളിനോമിയലായിട്ട് ബന്ധപ്പെട്ടത് ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ഇതിന്റെ ചോദ്യം. ഓക്കെ, എത്രാമത്തെ ആയിരുന്നത്? 18ാമത്തെ ചോദ്യം. നോക്കൂ, ഈ 18ാമത്തെ ചോദ്യം നമ്മൾ നോട്ട് നിങ്ങൾ എടുക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ ഉണ്ട് ഒരു മൂന്നാമത്തെ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ ഹെർമൈറ്റ് പോളിനോമിയൽ എന്നാണ്. ഇതിൽ HN of -x is equal to -1 whole raised to n into HN of x. അതെന്താണ്? അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ നോട്ട് എന്ന് പറഞ്ഞ് ഏറ്റവും താഴെ എഴുതിയിരിക്കില്ല, നമ്മുടെ നോട്ടിൻ്റെ അകത്ത് ഏറ്റവും താഴെ അതിലെ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ കാണുന്നത് നിങ്ങൾ മനസ്സിലായി. അടുത്ത എന്താ? H' n of x is equal to 2n into Hn minus 1 of x. കണ്ടോ, അതും എന്താണ്? അതും ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. റെക്കറന്റ് റിലേഷനിൽ നിന്ന് എഴുതാൻ പറ്റുന്നത് അത് മനസ്സിലായോ? പക്ഷേ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Hn plus 1 of x is equal to 2x into Hn of x plus 2n into Hn minus 1 of x എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ഇതാണ്. അതായത് H' of x സമം 2x into Hn of x minus Hn plus 1 of x എന്നാണ്. മൈനസ് ആണ്. കണ്ടോ, അവിടെയും വിത്ത് കറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൻ്റെ അത് തെറ്റായിട്ടുള്ളത്. കേട്ടോ, കണ്ടോ, ഓൺലി സ്റ്റേറ്റ്മെന്റ് 1, ഓൺലി സ്റ്റേറ്റ്മെന്റ് 2, ഓൺലി സ്റ്റേറ്റ്മെന്റ് 3, നൺ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. കേട്ടോ, 22 HSST ചോദിച്ച ചോദ്യമാണ്. അടുത്തത് 22ാമത്തെ ചോദ്യം. ഇഫ് പി 22 ഞാൻ വായിക്കാം. ഇഫ് പി ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ, which one of the following represent the Bessel function of the first kind of order P? Which of the following represent Bessel function of first kind of order 3? 22ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചതാണ്. ഇതിൽ നോക്കൂ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. അതായത് JP of x is equal to n equal to 0 to infinity -1 whole raised to n divided by n factorial into n plus p factorial into x by 2 whole raised to 2n plus p. നമ്മൾ 6 എടുത്തിരിക്കുന്നത് മനസ്സിലായി. ഇവിടെ n ആണ്, അതിന് പകരം അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 22ാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ചോയ്സ്. ഇതൊക്കെ ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ്. അത് ഞാൻ എന്ത് വേണേലും ചോദിക്കാം. അത് കഴിഞ്ഞ HSSTക്ക് ചോദിച്ച, കഴിഞ്ഞല്ല അതിന് മുമ്പത്തെ 22 HSSTക്ക് ചോദിച്ച ഓൺലൈനായിട്ട് നടത്തിയ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അടുത്ത 15ാമത്തെ ചോദ്യം. ദ വാല്യൂ ഓഫ് ബെസൽ ഫംഗ്ഷൻ J0 of x is, വാല്യൂ ഓഫ് ബെസൽ J0 of x is. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ ബാക്കി ഓപ്ഷൻസ് കിടക്കുന്നത് കണ്ടോ. J0 of x 0 ആണോ, 1 ആണോ, 2 ആണോ, അതുപോലെ തന്നെ എന്താണ് 3 ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തല്ല ഡയറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? J0 of x നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നോട്ടിൻ്റെ ആദ്യം sin x ഡിവൈഡ് ബൈ x എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. J0 of x is equal to sin x by x എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വേണ്ട? J0 അല്ലേ. അപ്പോൾ 0 കൊടുത്തേ, sin 0 0 അല്ലേ. ഇപ്പോൾ 0 ബൈ 0. അപ്പോൾ നമുക്ക് കോമൺലി 0 എന്ന് എടുക്കാം. അപ്പോൾ ഏതാ ഉത്തരം? 0. കണ്ടോ, അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞപ്പോൾ sin x അല്ലെങ്കിൽ J0 of x-ന്റെ വാല്യൂ sin x-ന്റെ ടൈമിൽ J1 of x-ന്റെ വാല്യൂ cos x-ന്റെ ടൈമിലൊക്കെ പറയുന്നുണ്ട്. അത് പഠിക്കണമെന്നുള്ളത്. ഇത് 24 സയന്റിഫിക് ഓഫീസിൽ ചോദിച്ച ചോദ്യമാണ്. FSO ഫിസിക്സ് 2024. കേട്ടോ, സെയിം സിലബസ്. അടുത്ത 18ാമത്തെ ചോദ്യം.
The value of Legendre polynomial P3 of x. The value of Legendre polynomial P3 of x ആണ്. ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഒന്നും കറക്റ്റ് അല്ലായിരുന്നു. ഇത് ഡിലീഷൻ വന്നു പോയി ചോദ്യത്തിന്. ഇതിൽ ഓപ്ഷൻ ഒന്നും കറക്റ്റ് അല്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള P3 of x. P3 of x എന്ന് പറഞ്ഞാൽ എന്താണ്? P3 of x സമം 1/2 ഇൻറ്റു എന്താണ് 5x ക്യൂബ് മൈനസ് 3x. 5x ക്യൂബ് മൈനസ് 3x ആണ്. 5x ക്യൂബ് മൈനസ് 3x എന്താണ് 1/2 ഇൻറ്റു 5x ക്യൂബ്. ഇവിടെ സ്ക്വയറേ ഉള്ളൂ. ശരിക്കും ഇത് ക്യൂബ് കറണ്ടായിരുന്നെങ്കിൽ ഇത് കറക്റ്റായിരുന്നു. പക്ഷെ ഇവിടെ ഇല്ല. അപ്പോൾ ഇത് തെറ്റായിട്ട് ഓപ്ഷൻ ഒന്നും കറക്റ്റ് അല്ല ഇതിൻ്റെ അകത്ത്. അതും 24 FSO 2024 ചോദിച്ചാണ്. ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ്. അടുത്ത ചോദ്യം, ദ വാല്യൂ ഓഫ് ലെജൻഡർ പോളിനോമിയൽ Pn of 1 അല്ലേ? എന്താ Pn of 1 എത്രയാ? 1 അല്ലേ? 4 ഓപ്ഷൻ 0 ഉണ്ട്, 1 ഉണ്ട്, -1 ഉണ്ട്, -1 ഹോൾ റൈസ് ടു 1 ഉണ്ട്. എത്രയാണ്? 1 ആണ് എൻ്റെ ഉത്തരം. സോ ഓപ്ഷൻ 9ാമത്തേത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ചോയ്സ്. ഇത് FSO ഡോക്യുമെന്റ്സ് 2024 ഡോക്യുമെന്റ്സ് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് ഡോക്യുമെന്റ്സിൽ ചോദിച്ച ചോദ്യമാണ്. 24 ലേറ്റസ്റ്റ് ചോദ്യമാണ്. അടുത്തത് 17ാമത്തെ ചോദ്യം, ദ റെക്കറന്റ് റിലേഷൻ 2n + 1 into x into Pn of x is equal to n + 1 into Pn + 1 of x plus nPn - 1 of x corresponding to എന്താണെന്നുള്ള ചോദ്യം അല്ലേ? ഏതായത് ലെജൻഡർ ആണോ? ലെജൻഡർ നമ്മൾ ആദ്യം ലെജൻഡർ പിന്നെ ബെസൽ. ലെജൻഡർ J ആണ് അല്ലേ? ബെസൽ P ആണ്. അപ്പോൾ ഇതെന്താ? ഓപ്ഷൻ ഡി ആണ്. ബെസലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റെക്കറന്റ് റിലേഷൻ ആണ്. ഞാൻ അതാ പറഞ്ഞത് പിയും ജെയും ഒക്കെ അറിഞ്ഞിരിക്കണം ഏതിൻ്റെ ആണെന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ റൈറ്റ് ചോയ്സ്. ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് 2021 ചോദിച്ച ചോദ്യമാണ്. അടുത്തത്, ബെസൽ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് ഈസ് ഓൾസോ നോൺ ആസ് ഗാമ ഫംഗ്ഷൻ, ബീറ്റ ഫംഗ്ഷൻ, ജനറേറ്റീവ് ഫംഗ്ഷൻ, ന്യൂമാൻ ഫംഗ്ഷൻ. ബെസൽ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് നമ്മൾ Qn of x എഴുതിയ എന്താ? അതിനെ പറയുന്ന പേരെന്താ? അല്ല, Nn of x എന്ന് എഴുതിയ എന്താ? അത് നമ്മൾ ന്യൂമാൻ ഫംഗ്ഷൻ എന്ന് പറയുന്നു. എന്താണ് ന്യൂമാൻ ഫംഗ്ഷൻ? സോ ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് 2021 ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ചോയ്സ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്, അത്രയാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ PSC ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ കണ്ടന്റുകൾ നോക്കിയിട്ട് പഠിച്ചിട്ട് വേണം ഈ ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് പോകും. മനസ്സിലായോ? അപ്പോൾ കോൺഫിഡൻ്റ് ആവണമെങ്കിൽ പഠിച്ചിട്ട് വേണം ചോദ്യങ്ങൾ ചെയ്യാൻ. വെറുതെ ചില ആളുകളുണ്ട് വെറുതെ പ്രീവിയസ് ഇയർ മാത്രം എന്ന് പറഞ്ഞ് നോക്കുന്നു. അങ്ങനെയല്ല. നമ്മൾ കണ്ടന്റ് പഠിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അത് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻ്റ് ആവും. ഇനി ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഒരു കോൺഫിഡൻസ് കിട്ടും. എനിക്കറിയാം നമ്മൾ പല ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ നന്നായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.